ആർഎസ്എസ് നേതാവ് സന്ദീപ് വാര്യരെ കോൺഗ്രസിലെത്തിക്കാനുള്ള ഡീലിന് നേതൃത്വം നൽകിയത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ദൂതൻ വഴി ചർച്ച നടത്തി. കെപിസിസി ജനറൽ സെക്രട്ടറി പദവിയും നിയമസഭാ സീറ്റും ഓഫർ നൽകി. നിയമസഭയിൽ തോറ്റാൽ രാജ്യസഭാ സീറ്റ് നൽകും. മുതിർന്ന നേതാക്കളെ ഒഴിവാക്കിയായിരുന്നു ചർച്ച നടത്തിയതെന്നാണ് വിവരം. വർഗീയ വിഷം തുപ്പുന്ന ന്യൂനപക്ഷങ്ങളെ കൊലപ്പെടുത്തണമെന്ന് ആഹ്വാനം ചെയ്ത ആർഎസ്എസ് നേതാവ് സന്ദീപ് വാര്യരെ കോൺഗ്രസ് പാളയത്തിലെത്തിച്ചത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കോക്കസിന്റെ നേതൃത്വത്തിൽ എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. സതീശൻ ദൂതൻ വഴി സന്ദീപ് വാര്യരുമായി ചർച്ച നടത്തി. കെപിസിസി ജനറൽ സെക്രട്ടറി പദവിയും നിയമസഭാ സീറ്റും ഓഫർ നൽകി. നിയമസഭയിൽ തോറ്റാൽ രാജ്യസഭാ സീറ്റ് നൽകും. കൂടാതെ കെപിസിസി വക്താക്കളുടെ പട്ടികയിൽ സന്ദീപ് വാര്യരെ ഉൾപ്പെടുത്തും. മാധ്യമ ചർച്ചകളിൽ പാർട്ടിയുടെ മുഖമായി സന്ദീപ് വാര്യരെ ഉയർത്തിക്കാട്ടാം എന്നാണ് ഉറപ്പു നൽകിയിട്ടുള്ളത്. മുതിർന്ന നേതാക്കളെ ഒഴിവാക്കിയായിരുന്നു ചർച്ച നടത്തിയത് എന്നാണ് വിവരം. ചർച്ചകൾക്ക് ശേഷം പാലക്കാടുണ്ടായിരുന്ന എഐസിസി ജനറൽ സെക്രട്ടറിയെ സതീശൻ വിവരമറിയിച്ചു. തുടർന്ന് എഐസിസിയിൽ നിന്ന് അംഗീകാരം വാങ്ങി. പക്ഷേ കെപിസിസി പ്രസിഡന്റ് കെ സുധാകരനെ അറിയിച്ചത് സന്ദീപ് വാര്യർ വരുന്നതിന് തൊട്ട് തലേ ദിവസം രാത്രിയാണ്. തെരഞ്ഞെടുപ്പിന് ചുമതലയുണ്ടായിരുന്ന മറ്റ് നേതാക്കളെയും വിവരം അറിയിച്ചിരുന്നില്ല. UDFന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തുന്നതിന് മുൻപാണ് വിവരം മറ്റു നേതാക്കളെ അറിയിച്ചത്. അതല്ല ഇപ്പം കൈരളിയുടെ ഒരു ചോദ്യത്തിന് എനിക്ക് മറുപടിയായിട്ട് പറയാൻ പറ്റുമോ? അല്ല, അത് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, RSS വിട്ടുവരാൻ RSSന്റെ സർസംഘചാലക് RSS വിടാൻ തീരുമാനിച്ചാൽ ആ നിമിഷം അവിടെ എല്ലാ ആളുകളും പോയി സംസാരിക്കണം. നമുക്ക് പിന്നെ രഹസ്യ ഓപ്പറേഷൻ ഒന്നുമില്ല. എന്നാൽ മാധ്യമങ്ങളിലൂടെയാണ് വിവരം അറിഞ്ഞതെന്ന് മുൻ കെപിസിസി അധ്യക്ഷൻ കെ മുരളീധരൻ അടക്കം പരസ്യമായി പ്രതികരിച്ചിരുന്നു. വിഷയത്തിൽ രമേശ് ചെന്നിത്തല, മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ അടക്കമുള്ള നേതാക്കളും AI വിഭാഗവും കടുത്ത അതൃപ്തിയിലാണ്. തെരഞ്ഞെടുപ്പിന് ശേഷം വിഷയത്തിൽ പലരും പരസ്യമായി രംഗത്ത് വരുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. നിർഭൻ ചക്രവർത്തി, കൈരളി ന്യൂസ്, പാലക്കാട്.